വെൽക്കം ടു ഡു ഇറ്റ് സുമി വേ. ഇന്നത്തെ റെസിപ്പി ഒരു സമ്മർ സ്പെഷ്യൽ കുൽഫിയാണ്, മട്ക കുൽഫി. അപ്പോൾ ഇപ്പോൾ വേനൽക്കാലമൊക്കെ അല്ലേ, അപ്പം ഐസ്ക്രീമും കുൽഫിയും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ സമയമാണ്. സ്പെഷ്യലി കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും റെസിപ്പി കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെ നമുക്ക് മട്ക കുൽഫി ഉണ്ടാക്കണമെന്ന് കാണാം. ആദ്യം തന്നെ പാനിലേക്ക് പാലൊഴിക്കുക. ഞാനിവിടെ 3/4 ലിറ്റർ പാലാണ് യൂസ് ചെയ്തെടുക്കുന്നത്, അതായത് 750 ml പാലാണ് യൂസ് ചെയ്തെടുക്കുന്നത്. ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കുക, അതാകുമ്പോൾ നല്ല ക്രീമി ആയിട്ട് കിട്ടും നമുക്ക് ടെക്സ്ചർ. ഇത് 750 ml പാലാണ് ഞാൻ എടുത്തെടുക്കുന്നത്. ഇത് നമുക്ക് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഞാൻ ഇവിടെ അടച്ചു വെച്ചിട്ട് തിളപ്പിക്കാൻ പോവാണ് പാല്. അടച്ചു വെച്ച് തിളപ്പിക്കുമ്പോൾ പെട്ടെന്ന് പാല് തിളയ്ക്കും. ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ പാല് തിളച്ചിട്ടുണ്ട്. നമുക്കിത് മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് കണ്ടിന്യൂസ്ലി ഇളക്കിക്കൊണ്ടിരുന്നിട്ട് ഇത് വറ്റിച്ചെടുക്കണം. ഭാഗമാക്കിയിട്ട് വറ്റിച്ചെടുക്കണം, അതായത് 1/3 ആയിട്ട്. ഇപ്പോൾ 750 ml ആണ് ഞാൻ യൂസ് ചെയ്തേക്കണം. അപ്പോൾ ഒരു 250 ml വരെ ആക്കിയിട്ട് ഇത് നന്നായിട്ട് ക്രീമി ടെക്സ്ചർ ആവണ വരെ വറ്റിച്ചെടുക്കണം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയും കൊണ്ട് തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും, പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കും. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയിട്ട് വറ്റിച്ചെടുക്കുക. പാനിൻ്റെ സൈഡിലൊക്കെ തിക്കായിട്ട് വരുന്നത് കണ്ടില്ലേ പാലിൻ്റെ, അതൊക്കെ നിങ്ങൾ സ്പാറ്റില കൊണ്ട് ഇളക്കിയിട്ട് മിക്സ് ആക്കാം പാലിൽ. അത് നമുക്ക് ക്രീം പോലെ ആയിട്ട് ടെക്സ്ചറായിട്ട് കിട്ടും. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് മിക്സ് ആക്കണം പാലിലേക്ക്. ഇപ്പോൾ പാലിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ എടുത്തതിൻ്റെ പകുതിയായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി സൈഡിൽ വരണതൊക്കെ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. നിങ്ങൾ എല്ലാം മിക്സ് ചെയ്ത് പാലിലേക്ക് ചേർക്കണം. അതാണ് നമ്മൾക്ക് ലാസ്റ്റിൽ തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടുക കുൽഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കുറച്ചുകൂടി പാല് വറ്റിച്ചെടുത്തിട്ട് ഈ ഒരു ടെക്സ്ചർ ആകുമ്പോൾ ഏലക്കാപ്പൊടി ചേർക്കാം. ഓപ്ഷണലാണ്, പക്ഷേ ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിലാണ് കുൽഫിക്ക് നല്ലൊരു ടേസ്റ്റ് ഫ്ലേവർ കിട്ടുക. ഇപ്പോൾ ഏലക്കാപ്പൊടി ചേർക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് പഞ്ചസാര എത്ര വേണ്ടതെന്നുള്ളതിനനുസരിച്ചിട്ട് ചേർക്കാം. മാങ്ങയുടെ മധുരം എല്ലാം അനുസരിച്ചിട്ട് എത്ര ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത്രയായിട്ട് ചേർക്കാം. ഞാനിവിടെ 4 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. പഞ്ചസാര ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പഞ്ചസാര അലിയണ വരെ നന്നായിട്ട് മിക്സ് ആക്കുക. ഇപ്പം നമ്മൾ കുൽഫി ഉണ്ടാക്കാൻ പാകത്തിനായിട്ട് പാല് വറ്റിച്ചെടുത്ത് കഴിഞ്ഞു. ഭാഗമായിട്ട് 1/3 ആക്കിയിട്ട് ഇത് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചർ ആവണം കുൽഫി ഉണ്ടാക്കാനായിട്ട്. ഈ ഒരു ടെക്സ്ചറായിട്ട് നമുക്ക് കിട്ടണം. ഇതിനി നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമ്മുടെ മാംഗോ കുൽഫിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മാംഗോ നമ്മൾക്ക് എടുക്കാം. ഞാൻ ഇവിടെ അൽഫോൻസോ മാങ്ങയാണ് യൂസ് ചെയ്തെടുക്കുന്നത്. നമുക്കൊരു 3 മാങ്ങ യൂസ് ചെയ്യാം. 750 ml പാലിനനുസരിച്ചിട്ട് 3 മാങ്ങ. അപ്പോൾ ഇതാ ഞാനിവിടെ തൊലി കളഞ്ഞ് കഷ്ണങ്ങളായിട്ട് 3 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, വെള്ളം ഒട്ടും ഒഴിക്കാൻ പാടില്ല. വെള്ളം ഇല്ലാതെയാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത്. മാംഗോ പൾപ്പായിട്ട്, അതായത് വെള്ളം ഇല്ലാണ്ട് അരച്ചെടുക്കുക. ഇതുപോലെ അരച്ചെടുക്കുക. ഇത് നമുക്ക് മിക്സിയുടെ ജാറിൽ നിന്ന് ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ഇതുപോലെ ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് നമ്മൾക്ക് വേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, തീരെ വെള്ളം ഒഴിക്കാൻ പാടില്ല. നല്ല തിക്കായിട്ടുള്ള മാംഗോ പൾപ്പാണ് നമ്മൾക്ക് വേണ്ടത് അരച്ചെടുക്കുന്നത്. ഇനി നമ്മുടെ വറ്റിച്ച് വെച്ചിരിക്കുന്ന പാലിലേക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. ഏതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിലും കുഴപ്പമില്ല. ബദാം, പിസ്ത, കാഷ്യൂനട്ട് ഒക്കെ ആഡ് ചെയ്യാം. കുറച്ചൊന്ന് ചെറിയ പീസസ് ആക്കിയിട്ട് ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാംഗോ പൾപ്പും കൂടിയിട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യുക.
ഇതാ അപ്പോൾ നമ്മുടെ മാംഗോ കുൽഫിയുടെ മിക്സ്ചർ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് അടുത്തതൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മളിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ മട്ക കുൽഫി ഉണ്ടാക്കുന്ന മട്കയിലേക്ക് മാറ്റാം. ഈ കുൽഫി മിക്സ്ചറിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് പീസസ് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഗാർണിഷിംഗ് ഒക്കെ ചെയ്തിട്ട് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രീസ് ചെയ്യാൻ വെക്കുന്നതിൻ്റെ മുമ്പ് നന്നായിട്ട് ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്യുക. എന്നിട്ട് ഫ്രീസ് ചെയ്യാൻ വെക്കുക. ഒരു 8 തൊട്ട് 12 മണിക്കൂർ വരെ ഇത് ഫ്രീസറിൽ ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ ഇതാ നമ്മുടെ മാംഗോ മട്ക കുൽഫി റെഡി ആയിട്ടുണ്ട്. ഞാൻ 12 മണിക്കൂർ ഫ്രീസറിൽ ഫ്രീസ് ചെയ്തിട്ട് എടുത്തതാണ്. അപ്പോൾ 8 to 12 hours നിങ്ങൾക്ക് ഫ്രീസ് ചെയ്തിട്ട് എടുക്കാം. അപ്പോഴേക്കും റെഡി ആവും അത്. അപ്പോൾ ഇത് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ മട്ക കുൽഫി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ടെക്സ്ചറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ മട്ക കുൽഫി ട്രൈ ചെയ്യുക. എന്നിട്ട് കമൻസിൽ അറിയിക്കുക എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്